ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഗെൻഡിങ് ഹൈലാൻഡ്സിലുള്ള സ്കൈ അവാനയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ കേബിൾ കാർ കയറിയിട്ട് നമ്മൾ ഗെൻഡിങ് മൗണ്ടൻ്റെ ടോപ്പിലേക്ക് പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേബിൾ കാറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ബൈ റോഡും നമുക്ക് പോകാം, പക്ഷേ ഇന്ന് ഞങ്ങൾ താഴെ ഇവിടെ പ്രീമിയം ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവിടെ കൊണ്ടേ കാർ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് കേബിൾ കാർ പിടിച്ചിട്ടാണ്, കേബിൾ കാർ വഴിയാണ് നമ്മൾ മൗണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാറിന് പോകുമ്പോൾ ഇവിടെ പ്രീമിയം ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് ഏരിയ. അവിടെ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കയറി അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കേബിൾ കാറിലേക്ക് പോകും. പിന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് നേരെ കാറിലാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സൊക്കെ ഇവിടെ വരെ പോകത്തുള്ളൂ. ഓക്കെ, ഇതേ നമ്മളിപ്പോൾ മുകളിലെത്തി. ഇതിപ്പോൾ എസ്കലേറ്റർ വഴിയാണ് നമ്മൾ മുകളിലെത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ലോക്കൽ ബ്രാൻഡ്സും ഉള്ള പ്രീമിയം ഔട്ട്ലെറ്റ് ഷോപ്പാണ്. കൊച്ചുങ്ങൾക്കുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് വരുമ്പോൾ തന്നെ. അപ്പോൾ മോൻ അവിടെയൊക്കെ ഒന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ ഔട്ട്ലെറ്റ്സിലേക്കൊക്കെ പോകുന്നത്, അതായത് നമ്മൾ ഈ കേബിൾ കാർ കയറാൻ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഔട്ട്ലെറ്റ്സ് എല്ലാം കാണുന്നത്. അപ്പം ഞാനത് വഴിയെ കാണിക്കാം. അവന് ഭയങ്കര സന്തോഷം, എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. ഇതാ RIP കേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് വെച്ച് അങ്ങനെയൊക്കെ തുടങ്ങാം നമുക്ക്. ഒത്തിരി പേരുണ്ട് ഇവിടെ. സാസ, പുതിയ പുതിയ ബ്രാൻഡ്സ് നിങ്ങൾ കേൾക്കാത്തൊക്കെ ഉണ്ടാവും. കോട്ടൺ ഓൺ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്കെച്ചേഴ്സ്, എല്ലാ ബ്രാൻഡിൻ്റെയും. അതിപ്പോൾ ഷൂസ് അല്ല, ഡ്രസ്സ്, ലോഞ്ചറി എല്ലാം ഉണ്ടാവും. വാച്ചസ്, അതായത് നമ്മളിപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെക്കേഷന് വേണ്ടി വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണിത്. ക്രോക്സ്, അതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള, ഇവിടെയൊന്നും കിട്ടാത്ത ടൈപ്പ്, അതായത് നമ്മുടെ കേരളത്തിലൊന്നും കിട്ടാത്ത ടൈപ്പുള്ള സാധനങ്ങളൊക്കെ. അതിപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷേ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രീമിയം ഔട്ട്ലെറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എല്ലാത്തിനും എപ്പോഴും സെയിലുണ്ടാവും. ചിലപ്പോൾ അത് 15% ആവാം, ചിലപ്പോൾ അത് 50 ആകാം, 80 ആകാം, 90% വരെ ഡിസ്കൗണ്ട് ഉള്ള സമയങ്ങളുണ്ട് ഇവിടെ. അവിടുത്തെ എന്താ പറയുന്നത്, അവിടുത്തെ എന്തെങ്കിലും ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്കത് ഡിസ്കൗണ്ട് കൊടുക്കും. പിന്നെ കൂടുതലും വെക്കേഷൻസിന് ഒരുപാട് ആൾക്കാർ വരുന്ന സമയത്ത് 90% ലോഞ്ചിനസ് അതിൻ്റെ വാച്ചസ്, പ്രൊണൗൺസ് ചെയ്ത് തെറ്റാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഭയങ്കര ഹൈ പ്രൈസാണ്. ഇതാ സൂപ്പർ ഡ്രൈഡ് ഔട്ട്ലെറ്റ്, അതായത് എല്ലാം പ്രീമിയം ബ്രാൻഡ്സാണ്. പക്ഷേ എല്ലാത്തിനും കണ്ടോ 70%. ഇതൊരു ട്രാം, ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയൊരു ട്രാമോ അല്ലെങ്കിൽ സ്ട്രോളറോ എന്നൊക്കെ പറയാം. പിള്ളേരെ ഇതിലിരുത്തിയിട്ട് നമുക്ക് അതിലേക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകാം. ഇതാ ഗസ്സിൻ്റെ ഷോറൂം ഉണ്ട് ഇവിടെ. എല്ലാം ഇതേപോലെ തന്നെ എല്ലാത്തിലും ഉണ്ടാവും, സെയിലുണ്ടാവും. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്. സെയിലാണെങ്കിൽ പോലും ബ്രാൻഡഡ് ആണല്ലോ, എല്ലാം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആയിരിക്കും. വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയാം. അത്രയും നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും. നമുക്കിപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും കണ്ട 29 രൂപയൊക്കെ ഉള്ളൂ. ലിവൈസിൻ്റെ ഹഷ് പപ്പീസ് 29 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ. അപ്പോൾ നമുക്കിവിടെ ഒരു 600 അത്രയൊക്കെ വരത്തുള്ളൂ. ഓഫേഴ്സാണ് അതെല്ലാം. പിന്നെ നമുക്കവിടെ ഇരിക്കാനും ഉണ്ട്, കണ്ടോ അവിടെ ഇരിക്കാനുള്ള സ്പേസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നടക്കാം. കാര്യം നടക്കാൻ ഇഷ്ടം പോലെ പ്ലേസസ് ഉണ്ട്. 2-3 നിലകളിലായിട്ട് നിറയെ ഔട്ട്ലെറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഇതാവുമല്ലോ. ഇതോ ക്യാമൽ ആക്റ്റീവിൻ്റെ ഇത് നല്ലതാണ്, ആക്റ്റീവേഴ്സാണ്, പക്ഷെ നല്ലതാണ്, വെരി കംഫർട്ടബിളാണ്. പിന്നെ ഇതാ കൺവേഴ്സിൻ്റെ ഷൂസിൻ്റെ ഇവിടെ ഉണ്ട് 50, കണ്ടോ 50% ആണ് ഇവിടെ ഓഫ് ഉള്ളത്. പ്യൂമയുടെ ഉണ്ട്. അങ്ങനെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിൻ്റെ ഒരു കമനീയ ശേഖരമാണ് ഈ പ്രീമിയം ഔട്ട്ലെറ്റ്സ്. അവിടെ നിന്ന് തോമൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജ്വല്ലറി ബ്രാൻഡാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ ആ ബസ് കയറി വരുന്ന ഏരിയയിലാണ് നമ്മൾ കയറി വന്നത് കുറച്ച് മുമ്പ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വ്യൂ കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതാ ഇപ്പം ഞങ്ങൾ കേബിൾ കാർ പോവാണ്. ഇപ്പോൾ ഹസ്ബൻഡ് കാണിക്കുന്ന കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രയോറിറ്റിയിൽ കയറാനുള്ള കാർഡാണ്. കാര്യം നമുക്ക് ഈ കാർഡ് ഇവിടെ ഗെൻഡിങ്ങുകാർ നമുക്ക് തരുന്നതാണ്. നമ്മളിവിടെ ഓൾറെഡി നേരത്തെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ആ കാർഡുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി പാസ് വഴി നമുക്ക് കയറാം. അപ്പം നമ്മൾ ഇപ്പോൾ പ്രയോറിറ്റി പാസ് വഴിയാണ് കയറുന്നത്. നമ്മൾക്ക് 3 പേർക്കും അതിൻ്റെ ഒരു QR കോഡ് ഇത് ചെയ്തിട്ട് ഞങ്ങൾ കയറി.
അത് ഈ കാർഡുള്ളവർക്ക് മാത്രമേ ഇതിലേക്കൂടി പോകാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വേറെ സൈഡിൽ ക്യൂ ഉണ്ട്. ഞാൻ കാണിക്കാം, അത് കണ്ടോ. ഇത് ഇത്രയും ചുറ്റി വേണം. ഇന്നിപ്പോൾ ആൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിരിക്കും. ഇതെല്ലാ വഴികളും നമ്മൾ ചുറ്റി വന്നിട്ട് വേണം നമ്മൾ വരാനായിട്ട്. എല്ലാവരും ചെന്ന് കയറുന്നത് ഒരു സ്ഥലത്തേക്ക് തന്നെ, എന്നാലും നമുക്ക് പ്രയോറിറ്റി ആയിട്ട് തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് പോവാം. അപ്പം നമ്മളുടെ കാറ് വന്നു. ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും. ഇത് ഗൊണ്ടോല എന്നാണ് ഇവിടെ പറയുന്നത്, കേബിൾ കാറിന്. ഈ ഗൊണ്ടോല നമുക്ക് ഒറ്റയ്ക്കായിട്ട് കിട്ടും. പക്ഷേ ഈ പ്രാവശ്യം കയറിയപ്പോഴത്തേക്കും വേറെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഫണ്ണാണ് അങ്ങനെ കയറുമ്പോൾ. അത് ജസ്റ്റ് അങ്ങനെ നിൽക്കത്തൊന്നുമില്ല, ഇതിങ്ങനെ ചെറിയ രീതിയിലൊരു സ്ലോ ഡൗണേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ചാടി കയറുന്ന പോലെ കയറണം. ഇനിയാണ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ അത്ര ക്ലിയർ അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മലയിലേക്ക് കയറി തുടങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ വ്യൂ അല്ല. അപ്പുറത്തെ സൈഡ് എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ മഴ ആ സൈഡിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി കാണാതെ. അതാണ് ആ താഴെ കാണുന്നതാണ് പ്രീമിയം ഔട്ട്ലെറ്റ്സ്. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് കയറി ഏറ്റവും മുകളിലാണ് അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെ, അതൊരു അമ്പലമാണ്, ചൈനീസ് ടെമ്പിളാണ്. ഇപ്പം നമ്മളവിടെ ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കാം. പോകുന്ന വഴിയുള്ള നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇപ്പോൾ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. കോടയാണ് കാണുന്നത്, കണ്ടോ. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാറില്ല, ഫുൾ കോടയായിരിക്കും. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയാൽ അതേ അവസ്ഥ. ഇതാണ് ഈ ടെമ്പിള്. അപ്പം നമ്മൾ ഇന്ന് ടെമ്പിളിൽ ഒന്ന് ഇറങ്ങുന്നുണ്ട്. ചിൻസ്വി സ്റ്റേഷൻ. ടെമ്പിളാണോ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഫ്രീ ഓഫ് ചാർജാണ്. ഇറങ്ങിയിട്ട് നമുക്ക് നടന്നു പോകാനല്ല, ഇവിടെ എക്സ്കലേറ്റേഴ്സാണുള്ളത്. ഒരു 6ഓളം എക്സ്കലേറ്റേഴ്സ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ടെമ്പിളിലേക്ക് പോകുന്നത്. അതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് താഴോട്ട്. നടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ളതല്ല. ഇതൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം വഴിയെ കാണിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.